ന്യൂസിലേക്ക് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് KSEB. വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനാണ് തീരുമാനമായത്. അരമണിക്കൂർ വീതമായിരിക്കും ലോഡ് ഷെഡിംഗ്. ഇന്ന് ചേർന്ന KSEB കോർ കമ്മിറ്റി യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല. പവർ കട്ട് എന്താ എന്നറിയാത്ത ജനത വളർന്നു വരുന്നു എന്നുള്ള തരത്തിലുള്ള ഏറ്റവും വലിയ പ്രചരണങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഏതായാലും സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്രഖ്യാപിതമായ നിയന്ത്രണങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വൈകിട്ട് ഏകദേശം 6 മണിക്ക് ശേഷം രാത്രി 12 മണി ആകുന്ന ആ ഒരു സമയത്ത് പലയിടത്തും പല ഭാഗങ്ങളിലും പല തവണയായി ഇത്തരത്തിൽ അപ്രഖ്യാപിത നിയന്ത്രണം ഉണ്ടായിരുന്നു. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. അത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് അല്ല, പകരം വലിയ രീതിയിൽ ട്രാൻസ്ഫോമറിൽ വൈദ്യുതി ചാർജ് എത്തുമ്പോൾ ട്രാൻസ്ഫോമറിൽ ഓവർലോഡായി പോകും. ഓവർലോഡാകുന്ന സമയത്ത് അത് ട്രിപ്പായി പോകും. അങ്ങനെ സംഭവിക്കുന്ന നിയന്ത്രണങ്ങളായിരുന്നു. അങ്ങനെയായിരുന്നു ആ പവർ കട്ട് ഉണ്ടായിരുന്നത്, ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നതെന്നായിരുന്നു ഔദ്യോഗിക തരത്തിലുള്ള വിശദീകരണം. വൈദ്യുതി മന്ത്രിയൊക്കെ ആ രീതിയിലായിരുന്നു ആ കാര്യത്തെ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ സംസ്ഥാനത്ത് ഔദ്യോഗികമായി തന്നെ അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് KSEB. അനിയന്ത്രിതമാണ് കാര്യങ്ങൾ. വൈദ്യുതി ഉപഭോഗം അതിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ എത്തിയിരിക്കുന്നു. വൈകിട്ടത്തെ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയങ്ങൾ, AC-യുടെ പ്രവർത്തനമായാലും മറ്റ് വൈദ്യുതി ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളായാലും അത്തരത്തിലുള്ള ഉപകരണങ്ങൾ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടിയ ഉപഭോഗത്തിലേക്ക് 2003 ശേഷം ഏറ്റവും കൂടിയ ഉപഭോഗത്തിലേക്ക് വൈദ്യുതിയുടെ ആവശ്യകത വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് KSEB ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുനിൽ, അപ്പോൾ ഔദ്യോഗികമായിരിക്കുന്നു വൈദ്യുതി മുടങ്ങും എന്നുള്ള കാര്യം. അരമണിക്കൂർ സംസ്ഥാനത്ത് ഇന്ന് മുതലാണോ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുക? അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം KSEB പറയുന്നുണ്ടോ? ഈ ലോഡ് ഷെഡിംഗ് KSEB ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമാണ് ഇതിന്റെ ഒരു പുതുമയായി നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് അപ്രഖ്യാപിത പവർ കട്ട് ഉണ്ടായിരുന്നു, ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. അതായത് പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ, ചിലയിടങ്ങളിലൊക്കെ ഏതാണ്ട് 1 മണിക്കൂർ നേരം വരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ലോഡ് ഷെഡിംഗ് നിലനിന്നിരുന്നു. അത് പക്ഷേ ലോഡ് ഷെഡിംഗ് ആണെന്ന് തുറന്ന് സമ്മതിക്കാൻ KSEB ഇതുവരെ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ലോഡ് ഷെഡിംഗ് ഔദ്യോഗികമായി KSEB പ്രഖ്യാപിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. അരമണിക്കൂർ വീതമാണ് വൈദ്യുതി നിയന്ത്രണം. നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അരമണിക്കൂറാണ്. ഒരുപക്ഷെ അതിൽ കൂടുതലേക്ക് പോകാനുള്ള സാധ്യതയും പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിന് KSEB നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. അതായത് ചരിത്രത്തിലില്ലാത്ത തരത്തിൽ വലിയ തോതിൽ വൈദ്യുതി ഉപഭോഗം ഉണ്ടാകുന്നു. സ്വാഭാവികമായും നിയന്ത്രണം വേണ്ടിവരുന്നു. മാത്രമല്ല ഈ വൈദ്യുതി ഉപയോഗം കൂടുന്നതിനനുസരിച്ച് പ്രസരണ വിതരണ ശൃംഖലയിൽ വലിയ ഓവർലോഡ് ഉണ്ടാക്കുന്നു. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ആ സാഹചര്യങ്ങൾ കൊണ്ട് സ്വാഭാവികമായും ഇതിൽ നിയന്ത്രണം ആവശ്യമാണ്. നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗമായി വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പോകുന്നുവെന്ന വിശദീകരണമാണ് ഇപ്പോൾ KSEB നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് ഔദ്യോഗിക പ്രഖ്യാപനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല കുറെ നിർദ്ദേശങ്ങൾ കൂടി ഇതിനൊപ്പം KSEB അവരുടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. അതായത് വൈദ്യുതി വാഹന ചാർജിങ് രാവിലത്തേക്ക് മാറ്റണം. AC-യുടെ താപനില 24 മുതൽ 26 ഡിഗ്രി വരെ അത്തരത്തിൽ ക്രമീകരിക്കണം. അതിന്റെ താഴേക്ക് അതിൽ കുറഞ്ഞ ഇതിലേക്ക് AC ഉപയോഗിക്കരുത്. അങ്ങനെ 24 മുതൽ 26 വരെയാണ് AC താപനില ക്രമീകരിക്കുന്നതെങ്കിൽ ഫാനിന്റെ ചാർജ് മാത്രമേ ആകൂ എന്നും കൂടി വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വൈദ്യുത പ്രതിസന്ധി KSEB വൈദ്യുതി കമ്മീഷണറെ അറിയിക്കാനുള്ള റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കാനുള്ള ഒരു തീരുമാനവും കൂടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഇപ്പോൾ കമ്മീഷനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, 200 മെഗാവാട്ട് വൈദ്യുതി കേന്ദ്രത്തിൽ നിന്ന് ഇന്നു മുതൽ ലഭ്യമാകുമെന്ന അറിയിപ്പ് കൂടി KSEB ഇതിനൊപ്പം നൽകുന്നുണ്ട്. എന്തായാലും ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി മീറ്റിംഗിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് അക്കാര്യങ്ങൾ ഔദ്യോഗികമായി KSEB ഇപ്പോൾ അറിയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ കണ്ടു, ഇന്നലെ മിനിങ്ങാന്നുമൊക്കെ വലിയ തോതിൽ വൈദ്യുതി ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്.
ആ പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോഴും പക്ഷേ KCB പറയുന്നത്, മന്ത്രി പറഞ്ഞു വന്നിരുന്നത് ഇവിടെ ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഔദ്യോഗികമായി ഇതാ KCB ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോഡ് ഷെഡിംഗ് ഉണ്ടായിരിക്കുന്നു. ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷക്കാലം എന്നായിരുന്നു LDF-ന്റെയൊക്കെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രചാരണ മുദ്രാവാക്യം പോലും. എന്തായാലും ആ ഭരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇപ്പോൾ ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് ഉണ്ടെന്ന് KCB സമ്മതിക്കുന്നു, പ്രഖ്യാപിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.